ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോൾ അവസാനമായി ഞങ്ങളെ കണ്ടത് കാറ്ററിംഗുകാരുടെ വേഷത്തിലാണ്. അത് കഴിഞ്ഞിപ്പോ മോളെ ആദ്യമായി ഞങ്ങൾ കാണുന്നത് തടവ് പുള്ളിയുടെ വേഷത്തിലും. അച്ഛനമ്മമാർക്കും മോൾക്കും ദൈവം ഓരോരോ വേഷങ്ങൾ തുന്നി വെച്ചിരിക്കുക. സമയമാകുമ്പോ എടുത്തണിയിച്ച് ഓരോരോ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ. അല്ലേ സോമ? തടവുകാരിയുടെ വേഷം കിട്ടി ആടുന്നത് കാണാൻ സോമരങ്ങളിലും വിധിയുണ്ട് അല്ലെങ്കിലേ. മോള് ജയിലിലാണെന്നുള്ള വിവരം മാധവനെയും ചന്ദ്രികയെ അറിയിക്കേണ്ട കടമ എനിക്കല്ലേ മോളെ? അങ്ങനെ അറിയിച്ചു കൂട്ടിക്കൊണ്ടുവന്നതാ. നന്നായി അങ്കിള്. അങ്കിൾ ഇവരെവിടുന്നോ കൂട്ടിക്കൊണ്ടുവന്നത്? എവിടെ ഇവരിപ്പോ താമസിക്കുന്നത്? അന്നൊന്നും പറയാതില്ലേ മുങ്ങിക്കളഞ്ഞത്? എവിടെയാ നിങ്ങൾ കഴിയുന്നേ? മോളെ, ഞങ്ങൾക്ക് കഴിയാൻ താൽക്കാലികമായൊരു മേൽക്കൂരയുണ്ട്. അവിടെ തീ പുകയാനുള്ള മാർഗം സോമനങ്ങൾ ഉണ്ടാക്കി തന്നു. ഒരല്ലലും കൂടാതെ മനസ്സമാധാനത്തോടെ ഞങ്ങൾ കഴിയുന്നുണ്ട്. മനസ്സമാധാനത്തോടെ കഴിയുന്നോ? എവിടെ അങ്കിളെ മേൽക്കൂര? അച്ഛന്റെ അമ്മയുടെയും കൂടെ ഒരു ദിവസം അവിടെ കഴിയണമെന്ന് വലത് കൊതിച്ചു പോവാ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. ജാമ്യമില്ലാത്ത കുറ്റാ ചെയ്തത്. മയക്കുമരുന്ന് കള്ളക്കടത്ത്. ബഹളം ഉണ്ടാക്കരുത്. പെട്ടെന്ന് അവസാനിപ്പിക്കണം. സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞമ്മ. ഒന്ന് ഉറക്കെ കരയാനുള്ള സ്വാതന്ത്ര്യം പോലെ ഇല്ലെന്ന് മറന്നുപോയി. തൽക്കാലം കൂടുതലൊന്നും എനിക്ക് പറയാനില്ലമ്മ. വിരോധമില്ലെങ്കിൽ നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും എവിടെയാ താമസിക്കുന്നെന്ന് അറിഞ്ഞാൽ കൊള്ളാം. മോളെ, ഞങ്ങൾ താമസിക്കുന്നത് ഉപയോഗമില്ലാതെ കിടക്കുന്ന ഒരു പഴയ ബസ്സിലാ. ബസ്സിലോ? മാനത്തെ കൊട്ടാരം